ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ റീത്താമ്മ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 24 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതിനി ഒരിക്കലും തിരുത്താനും പറ്റില്ല. കാരണം ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുന്നേ എൻ്റെ ലൈഫിൽ ഒരിക്കലും എൽസമ്മയും കുട്ടികളും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവരെൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പം എനിക്കറിയില്ല ഇങ്ങനൊരു കുഞ്ഞ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് പോലും. അതുകൊണ്ട് വെറുതെ എൻ്റെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ റീത്താമ്മ ഉണ്ടാക്കരുത് എന്ന് സ്റ്റാൻലി പറയാണ് കേട്ടോ. പക്ഷേ റീത്താമ്മ അത് വെറുതെ വിടാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റീത്താമ്മ പറയുന്നുണ്ട്, നീ കരുതുന്ന പോലെ ഞാനത് ഒരിക്കലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അനിയത്തിയുടെ മക്കളുടെയും ജീവിത പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇതൊരിക്കലും ഞാൻ വിടില്ല. ഞങ്ങളുടെ തറവാടിനെ പറ്റി നീ എന്താണ് വിചാരിച്ചത്? അവിടെയും ഉണ്ട് ആണുങ്ങളെല്ലാവരും. അവരെല്ലാവരും ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിന്നോട് ചോദിക്കാനായിട്ട് വരും. നീ ഞങ്ങളെ കൊച്ചാക്കൊന്നും വേണ്ട. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. എന്നിരുന്നാലും ഈ മകളെ ഞാൻ ഒരിക്കലും വിടില്ല. 23 വർഷം അവൾ അനാഥയായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇനി ഒരിക്കലും അവളെ ഞാൻ അനാഥയായിട്ട് കഴിയാൻ സമ്മതിക്കില്ല. അവൾക്ക് ഞാൻ പപ്പയായിട്ടുണ്ട്. ഞാൻ അവൾക്ക് സംരക്ഷണം നൽകും. അപ്പം റീത്താമ്മ വീണ്ടും പറയുന്നുണ്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൾ അവകാശവാദങ്ങളൊന്നും ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്റ്റാൻലി അങ്ങോട്ട് കയറി ചെന്നതല്ലേ. അവൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം ഈ കാര്യത്തിൽ ഇടപെട്ട പോരായിരുന്നോ? ഇതിപ്പം എന്ത് ചെയ്യാനാ എന്നൊക്കെ റീത്താമ്മ വീണ്ടും വേവലാതിയോട് കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നല്ല ദേഷ്യമുണ്ട്. ഉള്ളിലാണ് വേവലാതി ഉള്ളത്. കാരണം തന്നെ അനിയത്തിയുടെ ജീവിതം ഓർത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻലി തിരിച്ചു പറയുന്നുണ്ട്, ഇപ്പോൾ സംഭവിച്ച ഈ കാര്യം ഒരിക്കലും തിരുത്താൻ പറ്റില്ല. ഇനി നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും അത് തിരുത്തപ്പെടില്ല. അലീനയുടെ പേരിലുള്ള എൻ്റെ പേര് പപ്പ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേരുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റപ്പെടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ എന്ന് പറയുമ്പോൾ റീത്താമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ പുളിക്കൽ തറവാടിനെ നീ കൊച്ചായിട്ട് കാണുന്നു വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും എൻ്റെ ആങ്ങളമാരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും. സത്യം ആരുടെ ഭാഗത്താണെന്ന് എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ. എൻ്റെ 4 ആങ്ങളമാർക്ക് പുറമെ ബാക്കിയുള്ളവരെ ഞാൻ കൊണ്ടുവരും. പള്ളിയും പട്ടക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് റീത്താമ്മ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ആ മോളെയും കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വാടി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് റീത്താമ്മ. പക്ഷെ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരിക്കുകയല്ലേ. നീ എവിടെ ഇരിക്കുകയാണ്? നിൻ്റെ പപ്പയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് മോശമായിട്ടൊക്കെ പറഞ്ഞിട്ട് അവളെ വലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. പക്ഷെ അപ്പോഴും ആ കുഞ്ഞ് റീത്താമ്മയുടെ കൂടെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ റീത്താമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പപ്പയുടെ മോളായിട്ട് ജനിച്ചതാണ് നിൻ്റെയൊക്കെ ശാപം എന്നും കൂടെ പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വന്നിട്ട് സ്റ്റാൻലി ചൂടാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, റീത്താമ്മ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അപ്പോൾ റീത്താമ്മ തിരിച്ച് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകും, പക്ഷെ ഞാൻ വരും കണക്കുകൾ ചോദിക്കാനായിട്ട്, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് റീത്താമ്മ അവിടെ നിന്ന് പോവാണ്. റീത്താമ്മ പോയതും സ്റ്റാൻലി ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് കണ്ണെടുത്ത കണ്ടൂടെ റീത്താമ്മയെ. സ്റ്റാൻലിയുടെ ജീവിതം നശിപ്പിച്ചത് റീത്താമ്മയാണെന്നാണ് സ്റ്റാൻലി വിശ്വസിക്കുന്നത്. അങ്ങനെ റീത്താമ്മ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പ അവിടുത്തെ പൗലോസ് എവിടെ? അത് കേൾക്കുമ്പോൾ ആൻ്റപ്പൻ പൗലോസിനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പൗലോസിനെ വിളിക്കാണ് കേട്ടോ. അങ്ങനെ റീത്താമ്മ പൗലോസിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ആൻ്റപ്പനോട് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ ഒന്നും തുറന്ന് പറയുന്നില്ലല്ലോ. ആൻ്റപ്പൻ എന്തോ ഒരു ഭയം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ഇടപെടാത്തത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസിനോട് ചോദിക്കുന്നത്. അങ്ങനെ പൗലോസ് വരുമ്പം എന്തൊക്കെയോ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവളൊരു കില്ലാടിയാണ്, എനിക്കിഷ്ടമല്ല അവളെ. എൻ്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവളാണ്. ഞാനിവിടെ അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോൾ അവളവിടെ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അവളെ കണ്ടൂടാ. എനിക്ക് അവളെ പോടി പുല്ലെന്ന് വരെ വിളിക്കാൻ തോന്നിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ റീത്താമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ റീത്താമ്മ പറയുന്നുണ്ട്, എടാ പൗലോസെ, നീ അല്ലേ അവൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്, അപ്പോൾ നിനക്കതിൽ വല്ല ഭാഷാണോ വിമ്മോ കലക്കിക്കൂടെ? അത് കേൾക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഓ എന്നിട്ട് വേണം ആ കൊച്ച് ചത്ത് കഴിഞ്ഞാൽ ഞാൻ ആ കിടന്ന് തൂങ്ങാൻ? എന്തിനാ? എൻ്റെ ജീവിതം എൻ്റെ കഞ്ഞിക്കുടി മുട്ടും. അപ്പം അവർ പറയാണ് കേട്ടോ. റീത്താമ്മ പറയുന്നുണ്ട്, അങ്ങനെ ചാവാൻ പാകത്തിനൊന്നും ചെയ്യേണ്ടാന്നേ, അവളെ പുകഞ്ഞ് പുറത്ത് ചാടിക്കാൻ വേണ്ടി ചെറിയ രീതിയിലൊക്കെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നും. കാരണം ആ കൊച്ചിന് എന്തൊരു ദേഷ്യമാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളൊന്നല്ല അവൾ. നല്ല വിളഞ്ഞ വിത്താ. അവൾ എന്നെ ഒരുപാട് തവണ ഇവിടുന്ന് പുറത്ത് ചാടിക്കാനൊക്കെ നോക്കി. പക്ഷെ ഞാനിതുവരെ പിടി കൊടുത്തിട്ടില്ല, ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീത്താമ്മ പറയുന്നുണ്ട്, കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നോണം. എനിക്ക് നീ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. വേറെ ആര് വഴിയും എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ആൻ്റപ്പനാണെങ്കിൽ ഒന്നും പറയത്തുമില്ല. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെ കാര്യത്തിൽ ഇടപെടാറില്ല, വെറുതെ എന്തിനാ? അത് കേൾക്കുമ്പോൾ റീത്താമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഓ നിന്നെക്കൊണ്ടൊരു ഗുണമില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ റീത്താമ്മ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ആ സാധനത്തിനൊന്ന് കാണണം, അവളുടെ റൂം എവിടെയാ എന്ന് ആൻ്റപ്പനോട് ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഓ കാണേണ്ട സാധനം തന്നെയാണോ, ഒന്ന് പോയി കണ്ടു നോക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ റീത്താമ്മ ആൻ്റപ്പൻ്റെ കൂടെ പോവാണ് അലീനയെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഈ സ്റ്റെയർ കയറി നേരെ കാണുന്ന റൂമാണെന്ന്. അത് കാണുമ്പോൾ റീത്താമ്മ ചോദിക്കുന്നുണ്ട്, ഇതെവിടുത്തെ ഗസ്റ്റ് റൂം അല്ലേ, ഏറ്റവും നല്ല റൂം, ഇതാണ് അവൾക്ക് കൊടുത്തേക്കുന്നത് എന്നും പറഞ്ഞ് പുച്ഛിക്കാണ് കേട്ടോ.
കേട്ടോ. അങ്ങനെ ഇവർ നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെൽസി ആണെങ്കിൽ വന്നിട്ട് വാതിലിങ്ങനെ തട്ടി മുട്ടുകയാണ് കേട്ടോ. ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങ്, തുറക്കുന്നു. അപ്പം റീത്താമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താ കൊച്ചൊന്ന് അടങ്ങിയിരിക്കാൻ നോക്കിക്കേ, ആ കൊച്ച് വാതിൽ തുറന്നോളൂ, ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടു കൂടെ ഇങ്ങനെ റീത്താമ്മയെ നോക്കുകയാണ്. ആ കൊച്ചിന് തീരെ റീത്താമ്മയെ ഇഷ്ടമില്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കടുപ്പിച്ച് നോക്കിയിട്ട് അവൾ വീണ്ടും ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പം അലീനയാണെങ്കിൽ കുളിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരാണ് ഈ ഡോർ ഇത്രയും മുട്ടുന്നത്, ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ആകാംക്ഷയിൽ അവൾ ഡോർ തുറക്കുമ്പോൾ ഈ കുഞ്ഞിനെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അവൾ ചിരിക്കുന്നുണ്ട്. അപ്പം അവൾ ചോദിക്കുന്നുണ്ട് ആരാ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ പപ്പയുടെ മോളാ. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ വിടരുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനും ഇവിടുത്തെ പപ്പയുടെ മോളാ. അപ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട് ഓ അപ്പോൾ എൻ്റെ ചേച്ചിയാണല്ലേ എന്നും പറഞ്ഞ് അവളുടെ കൈയൊക്കെ പിടിച്ച് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം സൂക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന റീത്താമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അലീനയ്ക്കാണെങ്കിൽ മനസ്സിലായിട്ടില്ല കേട്ടോ ഇതാരാണെന്നൊന്നും. റീത്താമാണെങ്കിൽ അവൾ കേൾക്കേണ്ട ഭാഗത്തിൽ പറയുന്നുണ്ട് ഓ ഇവിടുത്തെ പപ്പയുടെ മോള് എവിടുന്ന് വലിഞ്ഞു കൈ വന്നേക്കുവാ എന്ന് പറയുമ്പോൾ അലീന പെട്ടെന്ന് ഷോക്കാവണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ആരാണ്, എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോഴേക്കും റീത്താമ്മ ദേഷ്യത്തോടു കൂടെ പല്ല് കടിച്ചിട്ട് പറയുന്നുണ്ട് ആരാണെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാക്കും, നിന്നെ ഞാൻ ഇവിടുന്ന് പുകഞ്ഞ് പുറത്ത് ചാടിക്കൂടി. ഒരു മകള് വന്നേക്കുന്നു, നീ നോക്കിക്കോ 90 ദിവസം അതിനുള്ളിൽ നീ ഇവിടെ തികച്ച് നിൽക്കില്ലടി, നിന്നെ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമാണ് കേട്ടോ. റീത്താമാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് നീ സ്റ്റാലിയുടെ സ്വത്ത് മോഹിച്ച് വന്നതല്ലേ, ഇത്രയും വർഷം നീ വരാതെ ഇപ്പം നീ വന്നത് അവൻ്റെ സ്വത്ത് മോഹിച്ചല്ലേ, നിനക്ക് ഞാൻ കാണിച്ച ഡാഡി. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ആ റീത്താമ്മ ആ കുഞ്ഞിനെയും വലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അപ്പോൾ അലീന ആനപ്പനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ആനപ്പൻ പറയുന്നുണ്ട് അത് ഇവിടുത്തെ സ്റ്റാൻലി കേണൽ സാറില്ലേ, സാറിൻ്റെ ഭാര്യയുടെ ചേച്ചിയാണെന്ന് പറയാണ് കേട്ടോ. മറ്റേത് സ്റ്റാൻലിയുടെ മകളും ആണെന്ന് പറയാണ്. അപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട്. ആണോ, അവരെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചൂടായത് എന്ന് ചോദിക്കുമ്പോൾ ആനപ്പനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അത് കേൾക്കുമ്പോൾ ആനപ്പൻ പറയുന്നുണ്ട് അവൾ ജനിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് കേട്ടോ. അയ്യോ പപ്പയൊന്നും അതിനെ ശ്രദ്ധിക്കില്ല. അത് കേൾക്കുമ്പോൾ ആനപ്പൻ പറയുന്നുണ്ട് അതൊക്കെ വലിയ പ്രശ്നമാണ് കൊച്ചെ, അവിടെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും അവർ വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അവൾ ഷോക്കാവണം. അയ്യോ ആ കുഞ്ഞിനൊന്നും നേരേക്ക് കാണാൻ പോലും പറ്റിയില്ല, ഇപ്പം അപ്പ പോലും അവളെ ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോകാറില്ലേ. ഓ അതൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് കൊച്ചെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആൻ്റപ്പൻ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അലീന നേരെ സ്റ്റെയർ ഇറങ്ങി പോവാണ്. കൂടെ ആൻ്റപ്പനും ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ താഴെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് അവിടെ അങ്ങനെ സിറ്റ് ഔട്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. റീത്താമ്മയാണെങ്കിൽ കാറ് കയറാനായിട്ട് പുറപ്പെട്ട് നിൽക്കുമ്പോൾ ഇവൾ ഇറങ്ങുന്നില്ല. അപ്പം റീത്താമ്മ പറയുന്നുണ്ട് നീ എന്താ വരാത്തത്, നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴൊന്നും ആ കുട്ടി വരുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടില്ല, ഞാൻ പപ്പയുടെ കൂടെ നിന്നോളാം. നീ പപ്പയുടെ കൂടെ നിന്ന് നിന്നെ ആരെ നോക്കുക, ഓ നിൻ്റെ ഒരു പപ്പ ഫുൾ ടൈം കുടിച്ച് കൂത്താടി നടക്കുന്ന ആര് നിന്നെ നോക്കാനാണ്, നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് സ്കൂളിൽ പോകണ്ടേ. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് സ്കൂൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ ചേച്ചി ഇല്ലേ, പപ്പയുടെ മോളെന്നല്ലേ പറഞ്ഞു, അപ്പം എൻ്റെ ചേച്ചി ആവില്ല, ഞാനിവിടെ നിന്നോളാം, ഞാൻ വരുന്നില്ല. അപ്പോഴേക്ക് റീത്താമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, നീ ഇങ്ങോട്ട് വന്നേ കൊച്ചെ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന അലീന പറയുന്നുണ്ട് അവളൊരു ദിവസം ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, എന്നിട്ട് നാളെ ഞാൻ കൊണ്ടാക്കി തന്നോളാം. അത് കേൾക്കുമ്പോൾ റീത്താമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ റീത്താമ്മ പറയുന്നുണ്ട് നീ ആരാടി ഞങ്ങളെ കുടുംബത്തിൽ കയറിയിട്ട് സംസാരിക്കാൻ, വെറുതെ നീ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന ശല്യമാണ് നീ എന്താ വിചാരിച്ച് നിന്നെ ഞങ്ങൾ വാഴിക്കുമെന്നോ, നീ നോക്കിക്കോ, നിന്നെ ഇവിടുന്ന് പുറത്താക്കും ഞാൻ, നീ ഓർത്ത് വെച്ചോ എന്നും പറഞ്ഞ് ടെൽസമോളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കാറിൽ കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ പോകാൻ നേരത്ത് വീണ്ടും പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ട് വരും, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളെ ശല്യം ഒഴിഞ്ഞെന്ന് നീ വിചാരിക്കാൻ നിൽക്കണം, നിന്നെ ഇവിടുന്ന് പുറത്താക്കും, നീ നോക്കിക്കോ, ഞങ്ങളെല്ലാവരെയും കൂട്ടി വരുമ്പോൾ നീ ഇവിടെ ഇല്ലെങ്കിൽ നിൻ്റെ ഭാഗ്യം അത് ഓർത്തോ എന്നും പറഞ്ഞ് അവളെ കൂർപ്പിച്ച് നോക്കിയിട്ട് പോവാണ് കേട്ടോ. പക്ഷേ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അവൾക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നന്നായിട്ട് സങ്കടം വരുന്നുണ്ട്. അവൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് പെട്ടെന്ന് നടക്കാൻ പോവാണ് കേട്ടോ. ആ ഒരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ തൻ്റെ ജീവിതം എങ്ങനെയാവുമെന്നൊക്കെ ഓർത്തിട്ട് അവൾ ആകെ നീറിപ്പോകുകയാണ്. കൂടെ ഈ കുട്ടിയെ അവൾക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെ ഓർത്ത് അവൾ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കള്ള് കുടിച്ച് കൂത്താടിയിട്ടാണ് ഈ വരവ്, അത്രയും വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ കള്ള് കുടിച്ചിട്ട് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പം പപ്പ കള്ള് കുടിച്ച് വന്നപ്പോൾ അവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നായിരുന്നു റീത്താമ്മ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ പേരെന്താ, റീത്താമ്മ അല്ലേ എന്ന് ഇങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ അവൾ അതെ അങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അവൾക്ക് അറിഞ്ഞിട്ട പേരാണത്, അവളെല്ലാവർക്കും റീത്ത് വെക്കുന്നോളാ, അവളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, വൃത്തികെട്ടവൾ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞേ. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട് അല്ല നീ എന്താ അവരോട് പറഞ്ഞത്, നീ ആരെന്ന് ചോദിച്ചപ്പം ഞാൻ സ്റ്റാൻലി പപ്പയുടെ മകളാണെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അയ്യോ പപ്പ അങ്ങനെ പറയണ്ടായിരുന്നില്ലേ, അവൾക്കൊരു പേടി കിട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് പറയണം, കുറഞ്ഞത് 7 തവണയെങ്കിലും പറയണമായിരുന്നു, എങ്കിലും അവരുടെയൊക്കെ തലയിൽ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ അവർക്ക് കണ്ടുകൂടാ. അത് കേൾക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞേ, എന്താ കാരണം എന്നോട് പറയാമെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അവൾ ഈ ഓടിച്ചു വന്ന കാറില്ല, അത് ഞാൻ വാങ്ങി കൊടുത്തതാ, ഞാൻ മാസം അവർക്ക് വലിയൊരു തുക ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, എൻ്റെ ചെലവിലാണ് അവരെല്ലാവരും കഴിയുന്നത്, പക്ഷെ അവർക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ, എന്തിനും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും, പക്ഷേ എന്താണ് കാര്യം എന്നൊന്നും എനിക്കിതുവരെ അറിയില്ല.
അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ പപ്പ? അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, കാരണം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ല, അവരെന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ആ സ്ത്രീയെ കണ്ടുകൂടാ, എനിക്ക് ദേഷ്യം, അതുപോലെ തന്നെ അവർക്ക് എന്നെയും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്നോട് അവരെന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതേ പപ്പ എന്നോട് പറഞ്ഞു, 90 ദിവസം ഞാനിവിടെ തികച്ച് നിൽക്കില്ല, എന്നെ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. പപ്പ ഞാൻ പൊക്കോട്ടെ, എന്തിനാ വെറുതെ ഓരോ പ്രശ്നം, ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ പോകാം, ഇനി പപ്പയുടെ ജീവിതത്തിൽ ഞാനായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സമാധാനമല്ല എല്ലാവർക്കും വലുത്, എൻ്റെ ജീവിതത്തിൽ എന്തായാലും സമാധാനം ഇല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും കൂടെ ഞാൻ കാരണം സമാധാനക്കേട് ഉണ്ടാക്കേണ്ട പപ്പ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, എൻ്റെ ജീവിതം പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു, ഞാനുണ്ടോ ഉറങ്ങിയോ, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാറിയോ അല്ലെങ്കിൽ ഞാൻ ചത്തോ എന്ന് പോലും അന്വേഷിക്കാൻ ആരുമില്ല, അവർക്കൊക്കെ എൻ്റെ പൈസ മാത്രം മതി, നീ പോയാലും ഇല്ലെങ്കിലും ഒക്കെ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, പിന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല, നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെ ഇവിടെ നിർത്തും, എനിക്ക് അത് ആവശ്യമാണ്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിന്നെ ഞാൻ തിരിച്ചുവിടാൻ കൊണ്ടുവന്നതല്ല, ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ഒരുമിച്ച് തരണം ചെയ്യും. നിനക്ക് മനസ്സിലായോ അവരെന്തിനപ്പോൾ അങ്ങോട്ട് വന്നേന്ന്? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ആ എനിക്ക് ഏകദേശം മനസ്സിലായി, ഞാൻ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു പേടിച്ചിട്ടാണോ അല്ലേ, പക്ഷെ എനിക്കൊന്നും വേണ്ടെന്ന് പറ പപ്പ, പപ്പ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എല്ലാ കാര്യങ്ങളും, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും മോഹിച്ചു വന്നതല്ല എന്നൊക്കെ പപ്പ പറയണം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവരെന്തായാലും തിരിച്ചിങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്, വരട്ടെ, ഞാൻ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം, നീ എന്തായാലും പേടിക്കേണ്ട, നിന്നെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതവർ മനസ്സിലാക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്, എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് പപ്പയെ ഓർത്താണ് പേടി, ഇപ്പം തന്നെ പപ്പ വല്ലാതെ മദ്യപിച്ചിട്ടുണ്ട്, അത് ടെൻഷൻ അടിച്ചുകൊണ്ടല്ലേ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കേണ്ട, നീ ടെൻഷൻ ആവാതെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് സ്റ്റാൻലി ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷേ അലീനയ്ക്കാണെങ്കിൽ വല്ലാതെ അങ്ങ് സങ്കടം വരികയാണ്, അവൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കണ്ടു നോക്കണേ. ഓക്കെ ബൈ, താങ്ക്